Hi dears, this is Angelet. Welcome to Study Table. Today we are going to see a new chapter that is Polya. Okay, we're going to see the explanation along with the question answers. Okay, so let's begin the chapter. ഇന്ന് നമ്മൾ നോക്കുന്നത് പോളിയ എന്ന പാഠഭാഗമാണ്. ഇതിന്റെ എക്സ്പ്ലനേഷനും അതിനോടൊപ്പം തന്നെ ക്വസ്റ്റൻ ആൻസേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോവുകയാണ്. Okay, let's begin. In this fast growing world, literacy is quite essential. But we know there are a lot of people who cannot even read and write. We must think of ways to help them. Here is a story that tells you about the importance of being literate. നോക്കിയേ, ഫാസ്റ്റ് ഗ്രോയിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുതിച്ചു പായുന്ന ലോകത്തിനൊപ്പം അല്ലേ എന്താവശ്യമുണ്ട്? അതെ, ലിറ്ററേസി. ലിറ്ററേസി എന്ന് പറഞ്ഞാൽ എന്താ? എഴുതാനും വായിക്കാനും അറിയുന്ന സാക്ഷരത. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിറ്ററസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ലോകം ഇപ്പോൾ പണ്ടത്തെ പോലെ ആ ഒരു രീതിയിലാണോ നമ്മളിപ്പോൾ ഓരോരുത്തരും ജീവിക്കുന്നത്? നമ്മളുടെ അൻസിസ്റ്റേഴ്സ് പൂർവികർ ജീവിച്ച പോലാണ് ഇപ്പോഴത്തെ തലമുറ ജീവിക്കുന്നത്? അല്ലല്ലേ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. എല്ലാ മേഖലകളിലും നമ്മൾ എന്താണ് പുരോഗമനങ്ങൾ, ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടല്ലേ. അപ്പം പണ്ട് കാലങ്ങളിൽ പൂർവികർക്ക് വിദ്യാഭ്യാസം ചിലപ്പോൾ എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്തവരൊക്കെ പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പോഴ് അത് ചുരുക്കമാണല്ലേ. പക്ഷെ എങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? പലയിടങ്ങളിലും എന്തുണ്ട്? അതെ, വിദ്യാഭ്യാസം ലഭിക്കാത്ത അനേകരുണ്ടല്ലേ. കൊച്ചു കുട്ടികളൊക്കെ ഒത്തിരി റിമോട്ട് പ്ലേസ് ആയ ഗ്രാമങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴും ആ ഒരു അവസ്ഥയുണ്ട്. ലിറ്ററസി ഇല്ലാത്ത പലയിടങ്ങളും ഉണ്ട്. ഓക്കെ, ബട്ട് വി നോ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു കനോട്ട് ഈവൻ റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, ഇത്രയും നമ്മളുടെ ലോകം ഒരു പുരോഗതിയിലേക്ക് എത്തിയെങ്കിലും പക്ഷേ എന്തുണ്ട്? ഇപ്പോഴും ഈ ലോകത്ത് ആളുകളുണ്ട് എങ്ങനത്തെ എഴുതാനും വായിക്കാനും അറിയാത്ത ഇനിയും ആളുകളുണ്ട്. വി മസ്റ്റ് തിങ്ക് ഓഫ് വേസ് ടു ഹെൽപ്പ് ദം. നമ്മൾ ചിന്തിക്കണം അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും. Here is a story that tells you about the importance of being literate. Read on. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ അല്ലേ, അതിൻ്റെ മഹത്വം. ലിറ്ററസി, അതായത് എഴുതാനും വായിക്കാനും അറിയേണ്ടതിൻ്റെ എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം അത്യാവശ്യ കാര്യമാണ് നമുക്ക് ഈ ഒരു കഥ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഓക്കെ, Polya was an illiterate woman. She couldn't even write her name. പോളിയ നമ്മളുടെ ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടറാണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കഥാപാത്രമാണ് ആര്? പോളിയ. ഓക്കെ, പോളിയയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. ഷീ വാസ് എൻ ഇല്ലിറ്ററേറ്റ്. ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതാനും വായിക്കാനും അറിയില്ല. ഓക്കെ, സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ലായിരുന്നു. ഷീ കുഡിന്റ് ഈവൻ റൈറ്റ് ഹർ നെയിം. ഓക്കെ, പോളിയസ് ഹസ്ബൻഡ്, however, was a responsible government official. He had once been a simple peasant. But 5 years in the city had taught him a lot, not only how to write his name, but also how to be a successful officer. പക്ഷെ പോളിയ ഇങ്ങനെ അവൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ, അവൾക്ക് സ്വന്തം പേര് പോലും എഴുതാൻ അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അവളുടെ ഹസ്ബൻഡ് നോക്കി എന്താണെന്ന്? പോളിയുടെ ഭർത്താവ് ഒരു ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഓക്കെ, റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഓക്കെ, ഹി ഹാഡ് വൺസ് ബീൻ എ സിമ്പിൾ പെസന്റ്. പെസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിക്കാരൻ. ഓക്കെ, അദ്ദേഹം ഒരു കാലത്ത് എന്തായിരുന്നു? ഒരു എളിയ കൃഷിക്കാരനായിരുന്നു. പക്ഷേ നോക്കിക്കേ, ബട്ട് 5 years in the city had taught him. അതായത് 5 കൊല്ലത്തെ നഗര ജീവിതം, സിറ്റിയിലുള്ള ലൈഫ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഓക്കെ, നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം ബട്ട് ഓൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ. എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? എഴുതാനും വായിക്കാനും മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേര് മാത്രം എഴുതാനല്ല അദ്ദേഹം പഠിച്ചത്. പിന്നെന്തൊക്കെയാണ്? വിജയം വരിച്ച ഒരു ഓഫീസർ ആകാനും അദ്ദേഹം പഠിച്ചു. ഓക്കെ, however, he was not very happy to have an illiterate wife. എന്തായാലും ഹവർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായാലും ഭാര്യ നിരക്ഷരയായതിൽ അയാൾ ഇച്ചിരി അസന്തുഷ്ടനായിരുന്നു. ഓക്കെ, അസന്തുഷ്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഹാപ്പി. അദ്ദേഹത്തിന് അത്ര ഒരു സന്തോഷമുള്ള കാര്യമല്ലായിരുന്നു. കാരണം എന്താ? അദ്ദേഹം ഇപ്പൊ എന്താണ്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അല്ലേ. പക്ഷെ ഭാര്യയ്ക്ക് എന്താ? സ്വന്തം പേര് പോലും എഴുതാനോ വായിക്കാനോ അറിഞ്ഞുകൂടാ. അപ്പൊ അദ്ദേഹത്തിന് അതിനൊരു വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, പോളിയ, യു ഔട്ട് ടു അറ്റ്ലീസ്റ്റ് ലേൺ ഹൗ ടു റൈറ്റ് യുവർ നെയിം. ഹി യൂസ്ഡ് ടു സേ ഹിസ് വൈഫ്, my last name is an easy one, 2 syllables, kuch kin, and still you can write it. I wish you would learn. ഇവിടെ എന്താ പറയുന്നത്? പോളിയയോട് അദ്ദേഹം പറയാ, പോളിയ, കുറഞ്ഞ പക്ഷം നീ നിന്റെ പേരെഴുതുവാനെങ്കിലും നീ പഠിക്കണം. ഓക്കെ, അദ്ദേഹം പറയാ, അറ്റ്ലീസ്റ്റ് നിന്റെ പേര് എഴുതാനെങ്കിലും നീ പഠിക്കണം. അയാൾ ഭാര്യയോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാ, എൻ്റെ പേരിന്റെ അവസാന ഭാഗം വളരെ എളുപ്പമുള്ളതാണ്.
കുച്ച് കിൻ. നോക്കിക്കേ, അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനം എന്താണ്? കുച്ച് കിൻ എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് എഴുതാനൊക്കെ ഭയങ്കര എളുപ്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലും നിനക്ക് എഴുതാൻ കഴിയില്ല, നീ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആര് പറയാ? അദ്ദേഹം അവളോട് പറയാ. Polya used to wave it aside. There's no use in my trying to learn it now, Ivan, she would answer. I'm getting old. My fingers are getting stiff. Why should I try to write now? Let the young ones learn how to read and write. പോളിയെ നോക്കിക്കേ, അവളിതൊക്കെ കേൾക്കുമ്പോൾ അവൾ എന്താ പറയുന്നത്? പോളി ഇതെല്ലാം അങ്ങ് തള്ളിക്കളയുന്നു. വേവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തള്ളിക്കളയുമായിരുന്നു. ഓക്കെ, നോക്കി ഇവൻ, ഞാനിപ്പോൾ ഇതൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഓക്കെ, അവളുടെ എക്സ്ക്യൂസ് കണ്ടോ അവൾ എന്താ പറയുന്നത്? എനിക്ക് പ്രായമായി വരികയാണ്, എൻ്റെ വിരലുകൾ വഴങ്ങാതെയായി വരികയാണ്. ഇനി ഇപ്പോൾ ഞാൻ എന്തിനാണ് എഴുതാൻ ശ്രമിക്കുന്നത്? കുട്ടികൾ വായിക്കുകയും എഴുതുകയും ചെയ്യട്ടെ. അവൾ എന്താ പറഞ്ഞത്? നോക്കിയേ, മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ വിരലുകൾ വഴങ്ങാതെ വരികയാണ്. ഓക്കെ, സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വൈ ഷുഡ് ഐ ട്രൈ ടു റൈറ്റ് നൗ? ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് എഴുതുന്നത്? കുട്ടികൾ വായിക്കുകയും എഴുതുകയും ചെയ്യട്ടെ. യങ് വൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ. ഓക്കെ, Polya's husband was a terribly busy man and did not have the time to argue with his wife, so he kept his mouth shut. But one day, Ivan Nikolaevich Kuchkin did bring home a special little book. പോളിയുടെ ഭർത്താവ് വളരെ തിരക്കുള്ള ഒരാളായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭാര്യയോട് തർക്കിക്കാൻ സമയമേ ഇല്ലായിരുന്നു. അതുകൊണ്ടെന്താ, അയാൾ വായടച്ചൊന്നും മിണ്ടിയില്ല. ഓക്കെ, പക്ഷെ ഒരു ദിവസം നോക്കിയേ, വൺ ഡേ എന്ത് പറ്റി? നല്ലൊരു ദിവസം ഇവാൻ നിക്കോളവിച്ച് കുച്കിൻ ഒരു പ്രത്യേക ചെറിയ പുസ്തകം വീട്ടിൽ കൊണ്ടുവരിക തന്നെ ചെയ്തു. എന്തായിരിക്കും അത്? നോക്കാം. Here Polya, he said, is the latest Teach Yourself Russian, which is based on up-to-date methods. I'm going to show you how to use it. നോക്കി, അത് എന്താ കൊണ്ടുവന്നത്? ഇത് കണ്ടോ പോളിയ? അയാൾ പറഞ്ഞു, നല്ല പുതുപുത്തൻ രീതികളെ അടിസ്ഥാനമാക്കി എഴുതിയ ഏറ്റവും പുതിയ സ്വയം റഷ്യൻ പഠിക്കാം, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അദ്ദേഹം പറയാൻ നോക്കിക്കേ, ടീച്ച് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ആ ഒരു ബുക്ക് വായിക്കാൻ തന്നെത്താൻ അത് വായിച്ച് പഠിക്കാൻ അത് എളുപ്പമുള്ളൊരു ബുക്കാണ്. ഓക്കെ, അങ്ങനത്തെ അപ് ടു ഡേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പുതുപുത്തൻ രീതിയിലുള്ള മെത്തേഡാണ്, അടിസ്ഥാനമാക്കിയ ഒരു രീതിയിലുള്ള പുസ്തകമാണ് ആ ഒരു പുസ്തകം. ഓക്കെ, ഇത് റഷ്യൻ എന്ന് പറയാൻ എന്താ കാരണം? ഇത് അവരുടെ ഭാഷ എന്താണ്? റഷ്യൻ ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? Polya gave a quiet laugh, took the book in her hands, turned it over and hid it in the cupboard, as if to say, let it be there. Maybe your grandchildren will have some use for it. നോക്കിയ പോളി എന്ത് ചെയ്തെന്ന്? നിശബ്ദമായി ഒന്ന് ചിരിച്ച് പുസ്തകം ഒന്ന് മറിച്ചൊന്ന് നോക്കി. ഓക്കെ, അവൾ എന്ത് ചെയ്തു? ക്വയറ്റ് ലാഫ്, നിശബ്ദമായിട്ടൊന്ന് ചിരിച്ചിട്ട് എന്ത് ചെയ്തു? അവളുടെ കൈ കൊണ്ടൊന്ന് മറിച്ചൊന്ന് നോക്കി. ടേൺഡ് ഇറ്റ് ഓവർ, മറിച്ച് നോക്കി. ഇതിവിടെ ഇരിക്കട്ടെ, കൊച്ചുമക്കൾക്ക് ഉപയോഗം വന്നേക്കാം എന്ന് പറയുന്ന മട്ടിലാണ് അവൾ എന്ത് ചെയ്തത്? അലമാരയിൽ ആ ബുക്ക് ഒളിപ്പിച്ചു വെച്ചു. എവിടെ വെച്ചത്? കബേർഡിൽ ഒളിപ്പിച്ചു വെച്ചു. ഓക്കെ, വൺ ഡേ പോളിയ സാറ്റ് ഡൗൺ ടു വർക്ക്. ഒരു ദിവസം പോളിയ ജോലി ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് ലൈഫ് ഇൻ ദ സിറ്റി ചേഞ്ച് പോളിയസ് ഹസ്ബൻഡ്? അതായത് നഗര ജീവിതം എങ്ങനെയാണ് പോളിയയുടെ ഭർത്താവിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്? ഓക്കെ, ഇത് നിങ്ങൾക്കറിയാലോ, ഇപ്പം ഞാൻ പറഞ്ഞു തന്നെയല്ലേ, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ ഒരു നമ്മളുടെ പാരഗ്രാഫിൽ എവിടെയാണ് അത് വരുന്നത്? ടോപ്പിലാണല്ലേ. നോക്കിയേ, ലൈഫ് ഇൻ ദ സിറ്റി വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ ലൈഫ് ഇൻ ദ വില്ലേജ്. ഇറ്റ് ടോട്ട് ഹിം എ ലോട്ട് ഓഫ് ലെസൺസ്. He learned that education was essential to lead a happy life. He got a good job. Thus, life in the city transformed a simple peasant into a successful officer. അതായത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്താ എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞത്? മൊത്തത്തിൽ ഭയങ്കര വ്യത്യാസമായിരുന്നു. എന്താ? ഗ്രാമത്തിലുള്ള ജീവിതവും അതേപോലെ ഒരു നഗരത്തിലുള്ള ജീവിതം അദ്ദേഹത്തിന് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? വിദ്യാഭ്യാസം നേടിയതോടെ അദ്ദേഹത്തിന് സന്തോഷമുള്ളൊരു ജീവിതം നയിക്കാനും കഴിഞ്ഞു. അദ്ദേഹത്തിന് നല്ലൊരു ജോലി കിട്ടി. ഇങ്ങനെയൊക്കെയാണ് ഒരു സാധാരണ രീതിയിലുള്ളൊരു കർഷകൻ ഒരു സക്സസ്ഫുൾ ഓഫീസറായി അദ്ദേഹം മാറി. വാട്ട് വാസ് പോളിയസ് റെസ്പോൺസ് വെൻ എ ഹസ്ബൻഡ് ആസ്ക്ഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്? അവളുടെ ഹസ്ബൻഡ് അവളോട് പറഞ്ഞില്ലേ വായിക്കാനും എഴുതാനും പഠിക്കണം. അപ്പം എങ്ങനെയാണ് അവൾ റെസ്പോണ്ട് ചെയ്തത്? അവളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വെൻ പോളിയസ് ഹസ്ബൻഡ് ആസ്ക്ഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്, ഷീ സെഡ് ദാറ്റ് there was no use in her trying to learn then. She added, she was getting old and her fingers were getting stiff. അവൾ എന്താ പറഞ്ഞത് ആ സമയത്ത്? യെസ്, ഷീ സെഡ്, അവൾ പറഞ്ഞു that there was no use.
ഞാൻ ഇപ്പോൾ എഴുതാനും പഠിക്കാനും ശ്രമിക്കേണ്ടിയ യാതൊരു കാര്യവുമില്ല. ഒരു ഉപയോഗവും. എന്താണ് ഇതിന് ഉപയോഗമുള്ളത്? ഒരു ഉപയോഗവും ഇല്ല. കാരണം എന്താ അവൾ പറഞ്ഞത്? എനിക്ക് പ്രായമായിരിക്കുന്നു, അതുപോലെ എൻ്റെ ഫിംഗേഴ്സ്, എൻ്റെ വിരലുകളൊന്നും വഴങ്ങത്തുമില്ല. ഡു യു തിങ്ക് ദ ബുക്ക് വിൽ ബി ഓഫ് എനി ഹെൽപ്പ്? എക്സ്പ്ലെയിൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ബുക്ക് എന്തെങ്കിലും അവൾക്ക് സഹായകരമാവുമെന്ന്? യെസ്. എങ്ങനെയാ? ദ ബുക്ക് വിൽ ഹെൽപ്പ് പോളിയ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. അതെ, അവൾക്ക് വായിക്കാനും എഴുതാനും ഒക്കെ ആ ബുക്ക് സഹായിക്കും, അല്ലേ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയസ് ആറ്റിറ്റ്യൂഡ്? ഡു യു എഗ്രി വിത്ത് ഹർ? വൈ? അതായത് പോളിയുടെ മനോഭാവം അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അത് ശരിയായിരുന്നോ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ അവളോടൊപ്പം? അവൾ എങ്ങനെയാണ് അത് റെസ്പോൺസ് ചെയ്തത്? നോക്കിയേ. Polya's attitude is wrong. I do not agree with her. In this fast growing world, literacy is quite essential. അതായത് അവളുടെ ആ ഒരു മനോഭാവം വളരെ തെറ്റായിരുന്നു, അല്ലേ? ഞാൻ ഒരിക്കലും അവളോടൊപ്പം യോജിക്കുന്നില്ല. എന്താ കാരണം? കാരണം ഈ കുതിച്ചു പായുന്ന ലോകത്തിനോടൊപ്പം നമുക്ക് എന്താവശ്യമുണ്ട്? ലിറ്ററസി, എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത് നമുക്ക് നെക്സ്റ്റ് പേജിൽ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ. One day, Polya sat down to work. She had to mend a jacket for Ivan. The sleeve was torn, so Polya sat down at the table, took up a needle and put her hand under the jacket. She heard something rustling. നോക്കിയേ, ഒരു ദിവസം എന്തു പറ്റി? പോളിയയ്ക്ക് ഇവാന്റെ ജാക്കറ്റിന്റെ കീറിയ കൈ തയ്ച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോളി എന്ത് ചെയ്യായിരുന്നു? ഹസ്ബൻഡിന്റെ ജാക്കറ്റിന്റെ കീറിയ സ്ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? കൈ. ഓക്കെ, അത് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൂചിയെടുത്ത് തയ്ക്കാൻ ആരംഭിച്ചപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. റസ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശബ്ദം കേട്ടു. മേ ബി ദിസ് മണി ഇൻ ദെയർ, പോളിയ തോട്ട്. പോളിയ വിചാരിച്ചു എന്തെങ്കിലും പണമായിരിക്കും, പൈസ എന്തെങ്കിലും ആയിരിക്കും. ഷീ ലുക്ക്ഡ് ഇൻസൈഡ് ആൻഡ് ഫൗണ്ട് എ ലെറ്റർ. ഇറ്റ് വാസ് എ നൈസ് ക്ലീൻ വൺ വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്. ദ പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം ആൻഡ് ഇറ്റ് വാസ് ഇൻ എ ബ്ലൂ എൻവലപ്പ്. പോളിയ ബിക്കെയിം പെയിൽ. വാസ് ഇവാൻ ഇൻ ലവ് വിത്ത് അനദർ വുമൻ? Was he exchanging love letters with well-educated ladies and making fun of his poor illiterate wife? നോക്കി എന്ത് പറ്റിയെന്ന്? അവൾ പോക്കറ്റിനകത്തേക്ക് നോക്കി, പൈസ വല്ലതും ആണെന്ന്. പക്ഷേ അവൾ കണ്ടത് എന്തായിരുന്നു? ഒരു ലെറ്റർ ആയിരുന്നു, അതായത് ഒരു കത്തായിരുന്നു. അതെങ്ങനെയായിരുന്നു? ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു, അതായത് ആകർഷകരമായിരുന്നു. ഓക്കെ, അത് കണ്ടാൽ ആരാണേലും ഒന്ന് തുറന്നു നോക്കാൻ അവർക്ക് തോന്നും. അങ്ങനത്തെ ഒരു കത്തായിരുന്നു. കാരണം എന്താ? നോക്കി, എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? നല്ല നീറ്റായിരുന്നു, വൃത്തിയുള്ളൊരു കത്ത്. അതായത് ഒരു ചെളിയോ ഒരു പൊടിയോ ഒരു അഴുക്ക് പോലും തൊട്ടിട്ടില്ല കത്തിൽ. നോക്കി, എന്നിട്ട് എന്താ? നല്ല കൈ അക്ഷരം, ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളി അക്ഷരത്തിലായിരുന്നു എഴുതിയിരുന്നത്. അതേപോലെ പെർഫ്യൂമിന്റെ സുഗന്ധവും അതിനുണ്ടായിരുന്നു. അതൊരു നീല കവറിലായിരുന്നു, എൻവലോപ്പിലായിരുന്നു ഇട്ടിരുന്നത്. പോളിയ ആകപ്പാട് പെയിലായി. പെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വിളറിപ്പോയി. ഓക്കെ. ഇവാൻ മറ്റേതെങ്കിലും സ്ത്രീയുമായി സ്നേഹബന്ധത്തിലായിരുന്നോ? വിദ്യാസമ്പന്നരായ സ്ത്രീകളുമായി സ്നേഹം കൈമാറുകയോ അതോ പാവപ്പെട്ട നിരക്ഷരയായ ഭാര്യയെ പരിഹസിക്കുകയുമായിരുന്നുവോ എന്നൊക്കെ ചിന്ത അവൾക്കപ്പോൾ കടന്നു വന്നു. ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഴുതാനും വായിക്കാനും അറിയാത്ത. ഓക്കെ. Polya looked at the envelope, took out the letter and unfolded it. But since she was illiterate, how could she read it? പോളി എന്ത് ചെയ്ത്? കവറിൽ നോക്കിയിട്ട് ആ കത്ത് പുറത്തേക്ക് എടുത്തു. എൻവലോപ്പിൽ നിന്ന് കത്തെടുത്തു. എന്നിട്ട് അത് അവൾ തുറന്നു. പക്ഷേ അവൾക്ക് എഴുതാനും വായിക്കാനും അറിയാമോ? ഇല്ല. അവൾക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ട് അവൾ അതെങ്ങനെ വായിക്കാൻ കഴിയും, അല്ലേ? നോക്കിയേ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ലൈഫ് പോളിയ വാസ് സോറി ദാറ്റ് ഷീ ഹാഡ് നോട്ട് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. അവൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്ത് തോന്നി? ആദ്യമായിട്ട് അവൾക്ക് വിഷമം തോന്നി. എന്തുകൊണ്ടാണ് വിഷമം തോന്നിയത്? അതെ, അവൾക്ക് വായിക്കാനും എഴുതാനും അറിയത്തില്ലോ എന്ന് ചിന്തിച്ചപ്പോൾ. നോക്കിയേ. ഈവൻ ദോ ഇറ്റ് ഇസ് സംബഡി എൽസസ് ലെറ്റർ, ഷീ തോട്ട്, ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഇസ് ഇൻ ഇറ്റ്. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്. Maybe Ivan loves another woman. Maybe I will have to go back to the country and work as a peasant. അവൾ എന്തൊക്കെ കാര്യങ്ങളെ ചിന്തിച്ച് നോക്കിയേ. അവൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് അവൾക്ക് വളരെ വിഷമമായി, അല്ലേ? പിന്നെ എന്ത് പറ്റി? ഇത് മറ്റാരുടെയെങ്കിലും കത്താണെ പോലും ഇതിലെന്താണെന്ന് എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്ന് അവൾക്ക് തോന്നി. ഓക്കെ, ഇത് അവളുടെ സ്വന്തം കത്തല്ല, അവൾക്ക് ആരെങ്കിലും എഴുതിയ കത്താണോ? അല്ല. എങ്കിലും അത് നോക്കാൻ അവൾക്ക് തോന്നി. പക്ഷെ ഇതെന്റെ ജീവിതമാകെ മാറ്റിമറിച്ചേക്കാം എന്ന് അവൾക്ക് തോന്നി. ഓക്കെ. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്. അതായത് എൻ്റെ ജീവിതം മൊത്തമായി മാറ്റിമറിക്കാൻ ഈ ഒരു കത്തിന് ചിലപ്പോൾ കഴിയും. ഇവൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടാകും, എന്നാൽ നാട്ടിൻ പുറത്തേക്ക് തിരിച്ചുപോയി കൃഷിക്കാരിയായി ജോലി ചെയ്യേണ്ടി വന്നേക്കാം. വർക്ക് ആസ് എ പെസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൃഷിക്കാരിയായി. ഗോ ബാക്ക് ടു ദ കൺട്രി എന്ന് പറഞ്ഞാൽ നാട്ടിൻ പുറത്തേക്ക് പോവുക. ഓക്കെ. Polya started to cry and began thinking about how Ivan seemed to have changed lately. He seemed to be taking more care of his mustache and his clothes. Polya sat looking at the letter. She kept crying and sniffing.
but she could not read it at all. To show it to someone else would be unthinkable. നോക്കിയേ, പോളിയ കരഞ്ഞുപോയി. ഷീ സ്റ്റാർട്ടഡ് ടു ക്രൈ. എന്നിട്ട് എന്താ പറ്റിയത്? അവൾ ശ്രദ്ധിക്കുക, അടുത്ത കാലത്തായി ഇവാൻ എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു. എന്തുകൊണ്ടാ? വളരെയധികം അദ്ദേഹം മാറിയെന്ന് അവൾക്ക് തോന്നുന്നു. അവൾ ചിന്തിക്കാൻ തുടങ്ങി. എന്താ? മീശയുടെയും വസ്ത്രങ്ങളുടെയൊക്കെ കാര്യത്തിൽ അയാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതായി അവൾക്ക് തോന്നി. മുസ്റ്റാച്ച് എന്ന് പറഞ്ഞ എന്താണ്? മീശ. ഓക്കെ. പോളിയ കത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവൾക്കത് ഒട്ടും തന്നെ വായിക്കാൻ കഴിഞ്ഞില്ല. മറ്റാരെങ്കിലും കാണിക്കുക എന്നത് ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. അൺതിങ്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിക്കാൻ പറ്റാത്ത. പോളിയ ഹിഡ് ദ ലെറ്റർ ഇൻ എ കബോർഡ്, ഫിനിഷ് സ്വീയിങ് ദ ജാക്കറ്റ് ആൻഡ് വെയിറ്റഡ് ഫോർ ഇവാൻ ടു കം ഹോം. പോളി എന്ത് ചെയ്ത്? കത്ത് അവളുടെ അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചു. ഓക്കെ. തുന്നൽ പണി മുഴുവനാക്കി ഇവാൻ വരുന്നത് കാത്ത് ഇങ്ങനെ ഇരുന്നു. When he returned, Polya did not let him know that anything had happened. On the contrary, in a calm and even voice, she told her husband that she had nothing against doing a little studying and that she was fed up with being an ignorant, illiterate peasant. അപ്പോൾ ഇവാൻ വന്നുകൊണ്ട്, ഇവാൻ വന്നപ്പോൾ അവൾ ഇതൊന്നും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. ഓക്കെ. എന്തെങ്കിലും സംഭവിച്ചു എന്ന് അയാൾ അറിയാൻ പോളിയ ഇടവരുത്തിയില്ല. അവൾ എന്ത് ചെയ്ത്? മറിച്ച് അല്പം പഠിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ലെന്നും അറിവില്ലാത്ത നിരക്ഷരയായ കൃഷിക്കാരി ആയിരിക്കുന്നതിൽ അവൾക്ക് മടുപ്പുണ്ടെന്നും ശാന്തമായി അവൾ ആരോട് പറഞ്ഞു? ഭർത്താവിനോട് പറഞ്ഞു. ഓക്കെ. ഇവാൻ നിക്കോളോവിച്ച് വാസ് ഓവർജോയ്ഡ് ടു ഹിയർ ഇറ്റ്. That's just fine, he said. I myself will teach you how to read and write. ഇത് കേട്ട ഇവാൻ അത്യധികം സന്തോഷിച്ചു. ഓക്കെ. ഓവർജോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത്യധികം സന്തോഷിച്ചു. അത് വളരെ നന്നായി. ദാറ്റ്സ് ജസ്റ്റ് ഫൈൻ എന്ന് പറഞ്ഞാൽ അത് വളരെ നന്നായി. അയാൾ പറഞ്ഞു, ഞാൻ തന്നെ നിന്നെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കാം. ഐ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. ഓക്കെ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് മെയ്ഡ് പോളിയ കൺക്ലൂഡ് ദാറ്റ് ഹർ ഹസ്ബൻഡ് വാസ് ഇൻ ലവ് വിത്ത് അനദർ വുമൻ? ഹൗ ഡിഡ് പോളിയ റിയാക്ട്? എങ്ങനെയാണ് പോളിയ, എന്തുകൊണ്ടാണ് പോളിയ ചിന്തിക്കാൻ കാരണം അവളുടെ ഹസ്ബൻഡ് വേറൊരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് സ്നേഹമുണ്ടെന്ന്? എങ്ങനെയാണ് അവൾ അതിനെ പ്രതികരിച്ചത് അതിനോട്? Polya thought that Ivan had changed lately. He seemed to be taking more care of his mustache and his clothes. This made Polya conclude that he was in love with another woman. Polya remained silent. She did not let him know that anything had happened. She decided to learn to read and write. അതായത് എങ്ങനെയാണ് അവൾ ചെയ്തത്? എങ്ങനെയാണ് കാര്യം മനസ്സിലായത്? മറ്റൊരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് സ്നേഹം അടുപ്പമുണ്ടെന്ന്. കാരണം എന്താ? അദ്ദേഹം ഇപ്പോഴെന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? പഴയതുപോലെ അല്ല ഇപ്പം അദ്ദേഹം. കാരണം അദ്ദേഹം ഇപ്പോൾ കൂടുതലായി മീശയൊക്കെ നോക്കുന്നുണ്ട്, നല്ല രീതിയിലൊക്കെ ഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതിലൂടെയൊക്കെ അവൾക്ക് തോന്നി ആ ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചിന്ത അവളുടെ മനസ്സിൽ വന്നു. അവൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? അവൾ നിശബ്ദയായിരുന്നു അല്ലേ? അവളൊന്നും ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല, അദ്ദേഹത്തിനോടൊന്നും അറിഞ്ഞ രീതിയെ കാണിച്ചില്ല. അവൾ പക്ഷെ എന്ത് തീരുമാനിച്ചു? എഴുതുകയും വായിക്കുകയും വേണമെന്ന് അവൾ തീരുമാനിച്ചു. Why did she decide to learn to read and write? അവൾ എന്തുകൊണ്ടാണ് എഴുതാനും വായിക്കാനും അറിയണമെന്ന് കരുതിയത്? അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? പോളിയ wanted to know the contents of the letter. കാരണം എന്താ? അവൾക്ക് കത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയണമായിരുന്നു അല്ലേ? കണ്ടന്റ് അറിയണമായിരുന്നു. Why didn't Polya tell her husband anything about the letter? എന്തുകൊണ്ടായിരിക്കാം അവൾ അവളുടെ ഹസ്ബൻഡിനോട് ആ കത്തിനെ കുറിച്ചൊന്നും പറയാതിരുന്നത്? She might thought that any mention of the letter would lead to a quarrel. Moreover, she wanted to know the truth from the letter. കാരണം ഒരു പക്ഷേ അവൾക്ക് തോന്നിയേക്കാം അല്ലെ, ഇതിനെക്കുറിച്ച് ചിലപ്പോൾ പറഞ്ഞാൽ ക്വാറൽ, അതായത് വഴക്കുണ്ടായേക്കാം വീട്ടിൽ അല്ലേ? അതുപോലെ തന്നെ അവൾക്ക് സ്വന്തമായിട്ട് സത്യം അറിയാൻ വേണ്ടിയായിരുന്നു അവള് ഹസ്ബൻഡിനോട് പറയാതെ അവളെ വായിച്ചെടുക്കാൻ നമ്മൾ വിചാരിച്ചത് അല്ലേ? All right, go ahead, said Polya as she started fixedly at Ivan's clipped little mustache. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ തന്നെ നിന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാന്ന്. അപ്പൊ പോളിയ എന്ത് ചെയ്തു? അപ്പൊ അവള് പറഞ്ഞു, ശരി നടക്കട്ടെ. ഇവാന്റെ വെട്ടിമിനുക്കിയ ചെറിയ മീശയിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പോളിയ പറഞ്ഞു. അവൾ എന്ത് പറഞ്ഞു? ഓക്കെ, ശരി നടക്കട്ടെ. All right, go ahead. For 2 silent months, Polya studied every day. She patiently put together the words, learned to form the letters, and memorized sentences. Every evening, she took the treasured letter out of the cupboard and tried to find out its secret meaning. But it was no easy job. നോക്കിയേ, 2 മാസത്തേക്ക് പോളിയ ദിവസവും അവൾ പഠിച്ചു. ക്ഷമയോടെ വാക്കുകൾ അവൾ കൂട്ടിച്ചേർത്തു. ടുഗെദർ ദ വേർഡ്സ് എന്ന് പറഞ്ഞാൽ പുട്ട് ടുഗെദർ ദ വേർഡ്സ്, വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഓക്കെ. പിന്നെ അവൾ എന്തൊക്കെയാണ് ചെയ്തത്? അക്ഷരങ്ങൾ അവൾ പഠിച്ചു, വാക്യങ്ങൾ ഓർത്തിരുന്നു. ഓക്കെ. അലമാരിൽ നിധി പോലെ സൂക്ഷിച്ചിരുന്ന കത്ത് പുറത്തെടുത്ത് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. സീക്രട്ട് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൂഢമായ അർത്ഥം. ഓക്കെ. ഇറ്റ് വാസ് ദ 3rd month before Polya learned how to read. One morning, when Ivan Nikolaevich had gone off to work, Polya took the letter out of the cupboard and started reading it.
നോക്കിയേ, പോളിയ എഴുത്തും വായനയും പഠിക്കാൻ തുടങ്ങിയതിൻ്റെ 3-ാം മാസമായിരുന്നു ഒരു ദിവസം. നോക്കി എന്താന്ന്, ഒരു ദിവസം രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയപ്പോൾ അവൾ എന്ത് ചെയ്തു, അലമാരയിൽ നിന്നും കത്ത് പുറത്തേക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. It was hard for her to understand the small handwriting, but the slight scent of perfume from the paper pushed her on. The letter was addressed to Ivan Nikolaevich. നോക്കിയേ, കത്തിൽ ചെറിയ അക്ഷരമായിരുന്നു, സ്മോൾ ഹാൻഡ് റൈറ്റിങ്ങിലായിരുന്നു എഴുതിയിരുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ. എങ്കിലും ആ കടലാസിൻ്റെ, ആ പേപ്പറിൻ്റെ, ആ ഒരു കത്തിൻ്റെ പെർഫ്യൂമിൻ്റെ ആ ഒരു മണം അവളെ എന്ത് ചെയ്തു, പ്രസ് ചെയ്ത് മുന്നോട്ട് തന്നെ നയിച്ചു. അത് വായിക്കണം എന്ന് തന്നെ അവൾ ഉറച്ചു നിന്നു. ഇവാൻ നിക്കോളോവിച്ചിനുള്ള എഴുത്തായിരുന്നു അത്. ഓക്കെ, ഡിയർ ഫ്രണ്ട്, ഐ എം സെൻഡിങ് യു ദ ബുക്ക് ഐ പ്രോമിസ്ഡ്. ഐ തിങ്ക് that your wife should be able to learn how to read in 2 or 3 months. Promise me, old boy, that you will make her do it. Explain to her, make her feel how disgusting it is to be an illiterate woman. Make sure you don't forget to teach her to read and write. Ivan Nikolaevich, with greetings, Maria. എന്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്? പ്രിയ സുഹൃത്തേ, ഞാൻ വാഗ്ദാനം ചെയ്ത പുസ്തകം അയക്കുന്നു. ഐ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ വാക്ക് പറഞ്ഞ ആ ഒരു പുസ്തകം ഞാൻ അയക്കുന്നു. 2-3 മാസം കൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വായിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവളെ വായിക്കാൻ പഠിപ്പിക്കുമെന്ന് സുഹൃത്തെ നീ എനിക്ക് വാക്ക് തരണം. ഓക്കെ, നിരക്ഷരയായ ഒരു സ്ത്രീ ആയിരിക്കുന്നത് എത്രമാത്രം വിഷമകരമായ ഒരവസ്ഥയാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തുക എന്നാണ് പറയുന്നത്. ഇവാൻ നിക്കോളോവിച്ച് അവളെ വായനയും എഴുത്തും പഠിപ്പിക്കാൻ മറക്കില്ലെന്ന് ഉറപ്പിക്കുക. ഓക്കെ, തീർച്ചയായും പഠിപ്പിക്കണം എന്നൊക്കെയാണ് കത്തിൽ എഴുതിയിരുന്നത്. ആരെ എഴുതിയിരുന്നത്? മറിയ. ഓക്കെ, ആശംസകളോടെ, വിത്ത് ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ ആശംസകളോടെ. Polya read this letter through twice, then pressing her lips together sadly and feeling somehow secretly insulted, she burst into tears. പോളിയ കത്ത് 2 തവണ വായിച്ചു. ട്വൈസ് എന്ന് പറഞ്ഞ 2 തവണ. പിന്നെ ദുഃഖത്തോടെ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് എന്ത് ചെയ്ത്, ആരാലോ എന്ത് കാരണത്താലോ അപമാനിതയായി എന്ന തോന്നലോടെ അവൾ പൊട്ടി കരഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കഥ മനസ്സിലായല്ലോ. നോക്കി, ഇനി ലാസ്റ്റ് ഭാഗത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. വാട്ട് മെയ്ഡ് നിക്കോളോവിച്ച് ഓവർജോയ്ഡ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ അത്യന്ത സന്തോഷമുണ്ടായത്? When Polya told Nikolaevich that she had nothing against doing a little studying and that she was fed up with being an ignorant, illiterate peasant, he was overjoyed. അതായത് കുറച്ച് പഠിക്കാം എന്ന് അവൾ പറഞ്ഞു അല്ലേ. അവൾക്ക് ഇങ്ങനെ ഒരു സാധാരണ ഒരു കൃഷിക്കാരി, എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ഇങ്ങനെ ജീവിക്കാൻ അവൾക്ക് മടുപ്പ് തോന്നി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി. ഡിസ്ക്രൈബ് ഹൗ പോളിയ ലേൺ ടു റീഡ്. എങ്ങനെയായിരുന്നു പോളിയ വായിക്കാൻ പഠിച്ചത്? ഫോർ 2 months പോളിയ സ്റ്റഡീഡ് എവറി ഡേ. 2 മാസം അവൾ എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു അല്ലേ. ഷീ പുട്ട് ടുഗെദർ ദ വേർഡ്സ്, ലേൺ ടു ഫോം ലെറ്റേഴ്സ് ആൻഡ് മെമ്മറൈസ് സെന്റൻസസ്. അവൾ എന്ത് ചെയ്യുമായിരുന്നു? വാക്കുകൾ കൂട്ടിച്ചേർത്ത് അതേ ഓരോ സെന്റൻസുകൾ ഉണ്ടാക്കുമായിരുന്നു. ആ സെന്റൻസുകളൊക്കെ അവൾ ഓർത്ത് പഠിച്ചു വെക്കുമായിരുന്നു. വാട്ട് ഡിഡ് പോളിയ ഡു ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ ആൻഡ് വൈ? അവൾ എന്തായിരുന്നു ചെയ്തത് ആ കത്ത് വായിച്ചതിന് ശേഷം? എന്തുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തത്? ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ പോളിയ ഫെൽറ്റ് ഷീ വാസ് സീക്രറ്റ്ലി ഇൻസൾട്ടിങ് ഇൻ സം വേ ആൻഡ് ബേർസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അവൾക്ക് എന്തോ വല്ലാത്ത അപമാനിതയായതുപോലെ അവൾക്ക് തോന്നി അല്ലേ. അവൾ പൊട്ടി കരഞ്ഞു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി? ഡിസ്കസ്. ഈ സ്റ്റോറി അവസാനിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിൽ? ദ സ്റ്റോറി വാസ് എ ടച്ചിങ് എൻഡിങ് അല്ലേ. നമ്മളെയൊക്കെ തൊടുന്ന രീതിയിലുള്ളൊരു എൻഡിങ് ആയിരുന്നു ഇതിന്, അവസാനമായിരുന്നു. ദ ലെറ്റർ റിവീൽ ദ ട്രൂത്ത് ടു ഹർ. അങ്ങനെ അവളുടെ ജീവിതത്തിലെ ആ യാഥാർത്ഥ്യത, ആ സത്യം അവൾക്കത് തിരിച്ചറിഞ്ഞു, അവൾ മനസ്സിലാക്കി അല്ലേ. നൗ ഷീ വാസ് സോറി അബൌട്ട് വാട്ട് വാസ് ഹാപ്പൻ ആൻഡ് ഷീ ബർസ്റ്റ് ഇൻടു ടിയേഴ്സ്. അവൾക്കിപ്പോൾ അവൾ ചെയ്ത ആ ഒരു വലിയ അവളുടെ ആ മനോഭാവം തെറ്റായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു അല്ലേ. അതിലൂടെ അവൾ പൊട്ടിക്കരയുവാൻ ഇടയായി തീർന്നു. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം നിങ്ങൾ ലൈക്ക് കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.